ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അത് നമ്മുടെ യൂണിറ്റ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പോർഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ലെക്ചറിനകത്ത് നമ്മൾ കുറച്ച് ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്. കാരണം ഇതുവരെ പഠിച്ച ലെക്ചറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കുറേ ഡെറിവേഷൻസ്, ഒരു 2-3 ഡെറിവേഷൻസോളം നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡെറിവേഷൻസ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷൻസ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ലെക്ചർ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ 3 ഡെറിവേഷൻസും നിങ്ങൾ 3 ടൈംസ് വെച്ച് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം, കേട്ടല്ലോ. അപ്പോൾ 3 പ്രാവശ്യം നിങ്ങളത് എഴുതുകയും വേണം, എഴുതിയിട്ട് അതെനിക്ക് അയച്ചു തരികയും വേണം. അത് നിങ്ങൾ നോക്കി നിങ്ങൾ കാണാതെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് നോക്കി എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3 പ്രാവശ്യം ഓരോ ഡെറിവേഷനും എഴുതി അയച്ച് തന്നേ പറ്റൂ. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇൻറ്റേർണൽ മാർക്ക്, അത് ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു സംഭവമാണ് ഇൻറ്റേർണൽ മാർക്ക്. അത് നിങ്ങളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻറ്റേർണൽ മാർക്ക് തരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അത് ഫുൾ മാർക്ക്, എല്ലാവർക്കും ഫുൾ മാർക്ക് തരണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അറിയാമല്ലോ, അപ്പം നിങ്ങൾ എത്രത്തോളം എഴുതുന്ന ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ പറയുന്ന വർക്ക് കൃത്യമായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ഫോർ ഇൻറ്റേർണൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അപ്പം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിച്ചു. പിന്നെ അതുമായി ബേസ് ചെയ്ത് 4 ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെക്ചറിൽ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തന്നെ വെരി ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ 4 ലോസ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്? സ്റ്റീഫൻസ് ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, അതുപോലെ തന്നെ റെയ്ലെഗ് ജീൻസ് ലോ, പിന്നെ 4-മതായിട്ട് നമ്മൾ പഠിച്ച പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് ആൻഡ് പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ. പക്ഷേ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് എക്സാമിന് വല്ല ലോയും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇക്വേഷൻ, ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി. പിന്നെ ഏതൊക്കെയാണ് 4 ലോസ് എന്ന് അറിഞ്ഞിരിക്കുക, ആ ലോസിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻ, അതായത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് തന്നെ മതിയാകും. പക്ഷേ 4-മത്തെ ലോ ആയ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് ആൻഡ് പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. So Planck's quantum hypothesis and Planck's law of radiation. Taking into account that Wien's law is applicable only for short wavelength and Rayleigh-Jean's law only for long wavelength. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് വേവ് ലെന്തിലുള്ളതിനും, അതുപോലെ തന്നെ റെയ്ലെഗ് ജീൻസ് ലോ എന്ന് പറയുന്നത് ലോങ് വേവ് ലെന്തിലുള്ളതിനുമാണ് കൂടുതലായിട്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞില്ല, അപ്പം അങ്ങനെയാണുള്ളത്. Max Planck attempted to derive an expression for energy distribution in the black body spectrum which is applicable to the entire range of wavelength. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റ്, അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തി എല്ലാ വേവ് ലെന്തിലുള്ള റേഡിയേഷനും, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രമാണ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനകത്ത് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സ് പ്ലാങ്ക് ഒരു അറ്റംപ്റ്റ് നടത്തി. ഹി റിയലൈസ് ദാറ്റ് ദ ഫെയിലിയർ ഓഫ് എ ക്ലാസിക്കൽ മെത്തേഡ്സ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് എ ബ്ലാക്ക് ബോഡി വാസ് ഡ്യൂ ടു ദ അസംഷൻ ദാറ്റ് എനർജി ചേഞ്ചസ് ഓഫ് റേഡിയസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ, ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൽ നമുക്ക് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനെ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം മാക്സ് പ്ലാങ്ക് കണ്ടെത്തിയത്, അപ്പം നമ്മൾ ആ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സ്പെക്ട്രം നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഫെയിലിയർ സംഭവിക്കാൻ കാരണം നമ്മളെടുത്ത അസംഷനാണ്. എന്ത് അസംഷനാണ് തെറ്റിയതെന്നാണ് അദ്ദേഹം പറയുന്നത്? അതായത് നമ്മളെ ക്ലാസിക്കൽ മെക്കാനിക്സ് വഴി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരുന്ന അസംഷൻ എന്ന് വെച്ചാൽ, ഈ ഓരോ റേഡിയേഷൻ്റെയും എനർജി കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, ചേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ അങ്ങനെ ഒരു അസംഷനാണ് എടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു അസംഷൻ തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കാഞ്ഞത്. Therefore in 1900 Planck introduced the revolutionary hypothesis according to which a black body radiation chamber is filled up not only with the radiation but also with a simple harmonic
ഓസിലേറ്റേഴ്സ് ഓഫ് മോളിക്കുലർ ഡയമെൻഷൻസ്. അങ്ങനെ 1990 ആയപ്പോഴേക്കും പ്ലാങ്ക്, അതായത് മാക്സ് പ്ലാങ്ക് ഒരു ജസ്റ്റ് ഒരു ഹൈപ്പോത്തിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചേമ്പറിനകത്ത് നമ്മുടെ റേഡിയേഷൻ മാത്രമല്ല ഉണ്ടാവേണ്ടത്, അവിടെ നമ്മുടെ മോളിക്കുലാർ ഡയമെൻഷൻസിൽ നമ്മൾ എടുക്കുന്ന മോളിക്യൂളിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണോ അതിനോട് ഈ മാച്ച് ആയിട്ടുള്ളൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററും കൂടെ നമ്മൾ ആ ചേമ്പറിനകത്ത് വെക്കുന്നുണ്ട്. ദീസ് ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ് പ്ലാങ്ക്സ് ഓസിലേറ്റർ വിച്ച് ക്യാൻ വൈബ്രേറ്റ് വിത്ത് ഓൾ പോസിബിൾ ഫ്രീക്വൻസീസ്. അപ്പോൾ അങ്ങനെ വെക്കുന്ന ആ ഒരു ഓസിലേറ്ററിനെ നമ്മൾ പ്ലാങ്ക്സ് ഓസിലേറ്റർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് എല്ലാ ഫ്രീക്വൻസിയിലും വൈബ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രീക്വൻസിയിലും ആ ഒരു ഓസിലേറ്ററിനെ വൈബ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്ലാങ്ക്സ് ഓൾസോ അസ്യൂം ദാറ്റ് ദ വൈബ്രേഷൻ ഇൻ ദ എനർജി ഓഫ് ഓസിലേറ്റർ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനർജി ഓരോ ഓസിലേറ്ററിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓസിലേറ്ററും വൈബ്രേറ്റ് ചെയ്യുന്ന ആ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളൊരു അസംഷനും കൂടെ അദ്ദേഹം കൊണ്ടുവന്നു. ഹി വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഇൻ ടേംസ് ഓഫ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ട, ഓൾസോ കോൾഡ് ആസ് ഫോട്ടോൺസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനകത്ത് എമിഷനെയും അബ്സോർപ്ഷനെയും, എനർജിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും എനർജിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, എങ്ങനെ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എനർജീനെ അദ്ദേഹം ക്വാണ്ടയുടെ ടേമിലായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഈച്ച് ക്വാണ്ടം കണ്ടെയ്ൻസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ ഓരോ ക്വാണ്ടത്തിലും എന്തുമാത്രം എനർജി ഉണ്ടായിരുന്നു? എച്ച് ന്യൂ. അതായത് നമ്മുടെ എടുക്കുന്ന റേഡിയേഷൻ്റെ എനർജിയോടെ ഈക്വൽ ആയിട്ടുള്ള എനർജിയാണ് ഓരോ ക്വാണ്ടയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വാണ്ടയുടെ ടൈമിലായിരുന്നു അദ്ദേഹം ആ എനർജി ചേഞ്ചസിനെയൊക്കെ തന്നെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. കൃത്യമായി അദ്ദേഹത്തിന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിച്ചു. where nu is the frequency of the radiation, h is the universal constant known as Planck's constant. അപ്പോൾ അദ്ദേഹമാണ് ഇതിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്. അവിടെ ന്യൂ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ബിക്കോസ് നമ്മൾ അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എച്ച് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ എച്ച് എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനൊരു ടേമും കാര്യങ്ങളും ഒക്കെ അറൈസ് ചെയ്ത് വന്നത്. According to Max Planck, the reason for this discriminant is has the two laws was derived on the basis of wrong concept of classical theory that radiation is continuous. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്ലാസിക്കൽ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തത്, അതായത് റേഡിയേഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള തെറ്റായ ആ ഒരു അസംഷൻ പ്രകാരമാണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിസത്തിൽ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു അസംഷൻ തന്നെ ചേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന് അത് തന്നെ ചേഞ്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി റേഡിയേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ആ ഒരു രീതിയിലാണ് അദ്ദേഹം അസംഷൻ ഉണ്ടാക്കിയതും അങ്ങനെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുമാണ് സാധിച്ചത്. Based on the quantum theory and applying the laws of probability, Planck derived an expression for energy distribution in the black body spectrum belonging to the wavelength range lambda and lambda plus d lambda. It is given by, അതായത് ക്വാണ്ടം തിയറി പ്രകാരവും അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രോബബിലിറ്റി തിയറം പ്രകാരമൊക്കെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് പ്ലാങ്ക് എന്ന് പറയുന്ന ഫിസിസ്റ്റ് നമ്മുടെ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനകത്ത് എനർജി ഡിസ്ട്രിബ്യൂഷന് എന്ത് ചെയ്തൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്തിൻ്റെയൊക്കെ ബേസിലാണ്? ക്വാണ്ടം തിയറിയുടെ ബേസിലും അതുപോലെ തന്നെ ലോ ഓഫ് പ്രോബബിലിറ്റിയുടെ ബേസിലും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനകത്ത് എനർജി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. അതിനകത്ത് നമ്മുടെ വേവ് ലെന്ത് റേഞ്ച് ലാംഡയും ഒക്കെ പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഈ ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ വേവ് ലെന്താണ്. അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഇക്വേഷനാണ് അദ്ദേഹം ഡിറൈവ് ചെയ്തത്. ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: ഇ ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 8πhc ലാംഡ റേസ് ടു -5 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു hc ഡിവൈഡ് ബൈ ലാംഡ KT -1 ഇൻറ്റു ഡി ലാംഡ. ഈ ഒരു ഇക്വേഷനാണ് അദ്ദേഹം ഡിറൈവ് ചെയ്തത്. അപ്പം അതിൽ ഇ ലാംഡ ഡി ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് ഓഫ് വേവ് ലെന്ത് ആണ്. അത് വേവ് ലെന്തിൻ്റെ ആ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എച്ച് എന്ന് പറയുന്നത് അതിനകത്ത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, കെ ഈസ് ദ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി. അപ്പോൾ ടേംസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്ലാങ്ക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്.
അതിനകത്ത് നമ്മൾ ലാംഡയും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെയും ടെമ്പറേച്ചറിനെയും ഒക്കെ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള റേഞ്ച് ഓഫ് വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ, ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിനകത്ത് എനർജി ഡിസ്ട്രിബ്യൂഷനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല, ബിക്കോസ് അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ജസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് പഠിക്കുക, ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്കൊരു ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എഴുതി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോന്നും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതും കൃത്യമായിട്ട് എഴുതി വെക്കുക. കാരണം അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഫുൾ മാർക്ക് കിട്ടില്ല. മറിച്ച് നിങ്ങൾ അതിൻ്റെ ടേംസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക വെക്കണം. ഓക്കെ, അപ്പോൾ ഇതും കൊടുത്തിട്ടുണ്ട്. അറിയാവുന്ന ടേംസുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അറിയാൻ മേലാത്ത എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, തെറ്റിക്കരുത്. ബട്ട് അറിയാവുന്നതൊക്കെ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് നമ്മുടെ മെയിൻ ക്വാണ്ടം മെക്കാനിക്സിന് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറേയധികം കാര്യങ്ങളാണ് നമുക്കിനിയും പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനും ഉണ്ട്, ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനും ഉണ്ട്. രണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ്. അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനകത്ത് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ് ഇന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. In 1926, Schrodinger, using de Broglie concept of matter waves, developed in a rigorous mathematical theory, which later came to known to as wave mechanics. The essential feature of the theory is the incorporation of the expression for the de Broglie wavelength into a general classical wave equation. By this method, a wave equation for moving non-relative particle is derived, which is known as Schrodinger fundamental wave equation. This equation describes the behavior of the wave function associated with the atomic particle. അപ്പം നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനകത്ത് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനെയാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഫണ്ടമെൻ്റൽ വേവ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഫണ്ടമെൻ്റൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അത് എങ്ങനെ ഡിറൈവ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1926 ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഡിറൈവ് ചെയ്ത് വന്നത്. ഈ ഒരു തിയറിയുടെ പിന്നെ ഈ ഒരു ഇതുപയോഗിച്ച് നമ്മൾ വേവ് ഇക്വേഷൻ ഫോർ എ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ, അതായത് മൂവിങ് ആയിട്ട് പക്ഷെ തമ്മിൽ പരസ്പര ബന്ധമില്ലാതെ മൂവിങ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ വേവ് ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു ഇതുവഴി ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഇക്വേഷൻ വേവ് ഫംഗ്ഷൻ നമ്മുടെ ആറ്റമിക് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനെ തന്നെ ഡിറൈവ് ചെയ്യുന്നത്. ആ ആറ്റമിക് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Consider a particle of mass m moving with a velocity v. According to de Broglie concept, the wavelength associated wave lambda is equal to h by mv. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുവാണ്. ആ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എമ്മും വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വിയുമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, നമ്മുടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ മുതലാണ് നിങ്ങൾ ഡെറിവേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസിഡർ മുതൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, അതിൻ്റെ മാസ് എന്ന് പറയുന്ന എമ്മും വെലോസിറ്റി എന്ന് പറയുന്ന വിയുമാണ്. നമ്മുടെ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് പ്രകാരം ആ വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലാംഡ എന്ന് പറയുന്നത്, അതായത് വേവ് ലെന്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h by mv ആണ്. മാസ് അറിയാം, വെലോസിറ്റി അറിയാം. Let us assume that the wave is propagated along the direction of x-axis. The differential equation for this wave motion is given by. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മുടെ ഈ വേവ് എക്സ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് എക്സ് ഡയറക്ഷനിലാണെന്നുള്ളത് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ വേവ് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അത് നമ്മുടെ മാത്സിലൊക്കെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മളിവിടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താ പറയുന്നത്, സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനാണ്, ടി ടൈമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൈനാണ് ഡോ സ്ക്വയർ ഡോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വി സ്ക്വയർ നമ്മുടെ വെലോസിറ്റി ആണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, അവിടെ ഡോ എക്സ് സ്ക്വയർ വരാൻ കാരണം എക്സ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. Psi represents the wave displacement and v is the wave velocity.
velocity. Here psi is a function of the space coordinate x and the time coordinate t. That is psi is equal to psi of xt. It is usually referred to as a wave function. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ സൈ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വി എന്ന് പറയുന്നത് വേവ് വെലോസിറ്റി ആണ്, പിന്നെ സൈ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് കോർഡിനേറ്റ്, അതായത് എക്സിൽ മാത്രമാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ എക്സ് കോർഡിനേറ്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ എന്താ പറയുക ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ സൈയെ എടുത്തിരിക്കുന്നത്. പിന്നെ ടൈമുണ്ട്, ടൈം കോർഡിനേറ്റ് സ്മോൾ ലെറ്റർ ടി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സൈ എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ്, എക്സ് കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിന് സാധാരണയായിട്ട് നമ്മൾ സൈ ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ടി ആയിട്ടാണ് നമ്മൾ വേവ് ഫംഗ്ഷനെ പറയാറ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എക്സ് വൈ ഇസഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് വൈ ഇസഡ് ഇൻറ്റു ടി പ്ലസ് ടൈം എന്താണേലും ഉണ്ട്, ടൈം കോർഡിനേറ്റ് അവിടെ ഉണ്ട്, പിന്നെ ഏതോ ഡയറക്ഷനാണോ ഉള്ളത് അതുമുണ്ട്. Okay, the solution of the above equation may be given as psi is equal to psi 0 sin 2 pi mu t. അതായത് നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇത് എന്ന് പറയുന്നത്. സൈ ഈസ് ഈക്വൽ ടു സൈ 0 സൈൻ 2 mu t, പൈ ഉണ്ട് കേട്ടോ, സൈൻ 2 pi mu t, where psi 0 is the amplitude of the wave at the point considered. It is a function of space coordinate only and it is independent of time. Mu is the frequency of the wave. അതായത് ഇവിടെ psi 0 എന്ന് പറയുന്നത് നമ്മുടെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടിയോട്, അതായത് ടൈമിനോട് ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമാണ്. പിന്നെ മ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ മുകളിൽ കൊടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ തന്നിരിക്കുന്നത്. ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതൊന്നും നമുക്കില്ല. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാനായിട്ട് പറ്റും. mu is psi is equal to psi 0 cos 2 pi mu t is also an equally good solution. ഈ സൈനിന് പകരം കോസ് വന്നു കഴിഞ്ഞാലും അതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെ ആണ്. കോമ്പിനേഷൻ ഓഫ് ദ സൈൻ ആൻഡ് കോസ് സൊല്യൂഷൻ വിൽ ഓൾസോ ബി ഗുഡ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ psi is equal to a sin 2 pi mu t plus b cos 2 pi mu t. അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും സെപ്പറേറ്റ് ഫംഗ്ഷൻ സൊല്യൂഷൻ വന്നാലും ശരിയാണ്, അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വന്നാലും ശരിയാണ്. ഇൻ അഡീഷൻ psi may be a complex function. Using complex representation wave function may be given as. അപ്പോൾ സൈ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷനെ വേവ് ഫംഗ്ഷൻ്റെ ടേമിൽ നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈ 0 എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഒരു ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi ന്യൂ. അതായത് 2 pi ന്യൂവിന് പകരം നമ്മൾ ഒമേഗ എന്ന് പറയുന്നൊരു ടേം ഉപയോഗിച്ച് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ആ മുകളിലത്തെ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇനിയും ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു ടി, അതായത് 2 പ്രാവശ്യം നമ്മൾ ആ മുകളിലത്തെ സൊല്യൂഷൻ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഡോ സ്ക്വയർ വരാൻ കാരണം നമ്മൾ 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ഉപയോഗിച്ച്, വിത്ത് റെസ്പെക്ട് ടു ടൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ പറയുക മ്യൂ 0 എക്സ് മൈനസ് ഐ ഒമേഗ റേസ് ടു സ്ക്വയർ ഇ ഇൻറ്റു ഐ മൈനസ് ഐ ഒമേഗ ടി. നിങ്ങളുടെ മാത്സിലെ ഡിഫറൻഷ്യൽ, നിങ്ങൾക്ക് മാത്സ് ഇല്ലല്ലേ, പ്ലസ് 2-ൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചു കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ആ ഒരു തിയറം അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒമേഗ 0 നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, സൈ ഈസ് ഈക്വൽ ടു എക്സ് സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈ 0 എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി. അതുകൊണ്ടാണ് നമ്മൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതുന്നത്. ഒരു തവണ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തുള്ളായിരുന്നെങ്കിൽ ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതത്തുള്ളൂ. പക്ഷേ ഇവിടെ ഡബിൾ ഡിഫറൻഷിയേഷൻ ആയതുകൊണ്ടാണ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതുന്നത്. അതിങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇനിയും നമ്മുടെ ഇപ്പുറത്ത് നമ്മൾ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പക്ഷേ അവിടുത്തെ സൈ 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആസ് ഇറ്റ് ഈസ് നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ വന്നിട്ട് നമ്മുടെ എക്സ് ഉണ്ട്, എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണ് ഉള്ളത്. അപ്പം എക്സ് നമ്മൾ അതേപോലെ തന്നെ എഴുതി, കോൺസ്റ്റൻ്റ് അല്ല നമ്മൾ ആസ് ഇറ്റ് ഈസ് തന്നെ നമ്മൾ എഴുതി വെക്കുകയാണ്. കാരണം അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല കോൺസ്റ്റൻറ്റിന്. അങ്ങനെ എഴുതി. പിന്നെ വന്നിട്ട് നമ്മുടെ ഇ റേസ് ടു മൈനസ് ഒമേഗ ടി
സോറിയേ. പിന്നെ വന്നിട്ട് നമ്മുടെ ഇ റേസ് ടു മൈനസ് ഒമേഗ ടി ആണെങ്കിൽ നമ്മൾ ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതും. കാരണം നമ്മൾ ടി അവിടെ എഴുതുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ടി ബൈ ടി അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ടി വരാത്തത്. 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ സ്ക്വയർ വന്നത്. പിന്നെ ഇൻറ്റു ഇ റേസ് ടു അത് നമ്മൾ എഴുതുന്നുണ്ട്. അതിന് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ മൈനസ് sin0 എക്സ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ടി എന്ന് വരും. കാരണം മൈനസ് ഐൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുത്തു, അത് സെപ്പറേറ്റ് ചെയ്തു. മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് ഇട്ടു. മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് അത് ഒമേഗ സ്ക്വയർ എന്ന് മാത്രമായി. അങ്ങനെ നമുക്ക് ആ മൈനസ് എന്ത് ചെയ്തു, ഫ്രണ്ടിലേക്ക് പോയി. അങ്ങനെയാണ് മൈനസ് sin0 വന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ നമ്മളതിനെ വീണ്ടും സോൾവ് ചെയ്ത് വരുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ സൈ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു V0 ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. വി ഗെറ്റ് വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സൈ. അതായത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്തേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടിയത്. അതായത് വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ 0 ഇൻറ്റു സൈ. ഇനി അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ അവിടെ ഇടുക. കൂടെയുള്ള വി സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. വി സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അവിടെ ചെല്ലുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ആകും. സോ മൈനസ് ഒമേഗ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു സൈ എന്ന് കിട്ടും. ബട്ട് നമുക്കറിയാം ഒമേഗാൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഒമേഗ ഈസ് ഈക്വൽ ടു 2π എന്ത് ചെയ്യും 2π വി ബൈ ലാംഡ. അത് ന്യൂവിന് പകരം നമ്മൾ വി ബൈ ലാംഡ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4π സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു സൈ. അതെങ്ങനെയാണ് വരിക, അതെങ്ങനെ വന്നു, 4π സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ. ഇക്വേഷൻ 13 ആൻഡ് ഇക്വേഷൻ 14 അല്ലേ. ഇക്വേഷൻ 13 എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്താ, 2π വി ബൈ ലാംഡ. ഒമേഗയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുക്കും. അപ്പോൾ 4π സ്ക്വയർ വരും, വി സ്ക്വയർ ബൈ എങ്ങനെ വരും, വി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ ആ വി സ്ക്വയറും മുകളിലത്തെ വി സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ മാത്രമാകും ഇൻറ്റു സൈ. ജസ്റ്റ് ഒമേഗയ്ക്ക് പകരം 2π വി ബൈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4π സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ സൈ. മനസ്സിലായോ? ഒമേഗയ്ക്ക് വരെ നമ്മൾ ജസ്റ്റ് ആ 2π വി ബൈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ വി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എല്ലാ ടേമും അങ്ങനെ തന്നെ എഴുതും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും എഴുതുകയാണ്. ഇപ്പുറത്തിരിക്കുന്ന ടേമിന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പുറത്തിരിക്കുന്ന ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് സൈ സ്ക്വയർ ഉണ്ട് കേട്ടോ. സൈ സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വന്നു. അതെന്താ, ഇപ്പുറത്ത് മൈനസ് ആണ്. അത് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് 4π സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ആ ഇക്വേഷൻ ഇത്തിരി ക്ലിയർ അല്ല. അതിങ്ങനെയാണ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4π സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, കാരണം ഇപ്പുറത്ത് മൈനസ് ആയിരുന്നു, അത് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. അങ്ങനെയാണ് അത് പ്ലസ് വന്നത്. പിന്നെ ഇപ്പുറത്തൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 0 എഴുതി. ബട്ട് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. ലാംഡ എന്ന് പറയുന്നത് എച്ച് ബൈ എം വി ആണ്. അത് നമുക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4π എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. കാരണം ലാംഡക്ക് പകരം നമ്മൾ എച്ച് ബൈ എം വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലാംഡ സ്ക്വയർ ആകുമല്ലോ. അപ്പോൾ എങ്ങനെ വരും, 4π സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ബൈ എം സ്ക്വയർ
ഇൻറ്റു വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ അടി വരുന്നതിന് നമ്മൾ മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അടിയിൽ ഡിവൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അതായത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 4 പൈ സ്ക്വയർ എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ കണ്ടുപിടിക്കാം. ലെറ്റ് ഇ ബി ദ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് വി ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ദെൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി. അപ്പം നമ്മുടെ ആ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇ ആണ്, വി എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളത് എഴുതി ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി. അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയത്. അവിടെ നിന്നും എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ മൈനസ് വി നമ്മൾ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു 2-നെ. ഇനി അതിൻ്റെ നമ്മൾ എഴുതുവാണ് എം സ്ക്വയർ, അതായത് രണ്ട് സൈഡിലും നമ്മൾ എം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? എം സ്ക്വയർ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2m ഇ മൈനസ് വി എന്ന് വരും. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചാൽ മുകളിലത്തെ ടേമിൽ നമുക്ക് എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും എം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് വരുന്നില്ല, രണ്ടും സൈഡും ഈക്വൽ തന്നെയാണ്. കാരണം എം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് സെയിം ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും എം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ ഈ എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന മുകളിലത്തെ, അതായത് ഇക്വേഷൻ 16 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇ ബൈ ഇ മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0. This equation is known as Schrodinger fundamental or time independent wave equation in one dimension. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഷ്രോഡിഞ്ചർ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. കാരണം ഈ ഇക്വേഷനകത്ത് ടൈം ടി എന്ന് പറയുന്നൊരു ഫാക്ടർ ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഇത്രയും ഡെറിവേഷൻസ് ചെയ്ത് ഓരോന്നും അസ്യൂം ചെയ്താണ് ഈ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത്. മനസ്സിലായല്ലോ? ഇനി ഫോർ 3-dimensional wave motion psi will be the function of x, y, z and t. Hence equation 17 becomes, ഇനി ഒരു ഇതിപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് മാത്രം കൺസിഡർ ചെയ്താണ് ഇക്വേഷൻ 17 ഡിറൈവ് ചെയ്തെടുത്തത്. അതിന് നമ്മളൊരു 3-dimensional എക്സ് വൈ ഇസഡ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് ചേഞ്ചാണ് വരിക എന്ന് നോക്കിയേ. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇ മൈനസ് ബി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m എച്ച് ബാർ സ്ക്വയർ ഇ മൈനസ് ബി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം എക്സ് വൈ ഇസഡ് എൻറ്റയർ പ്ലസിന് നമ്മൾ ഡെൽ സ്ക്വയർ സൈ, അതായത് നമ്മളൊരു ട്രയാങ്കിൾ തിരിച്ചിടുന്ന മാതിരിയുള്ളൊരു സിമ്പിളാണ്. നോക്കിയാൽ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഈസ് കോൾഡ് ലാപ്ലേസിയൻ ഓപ്പറേറ്റർ. അപ്പം ഈ സിമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാപ്ലേസിയൻ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 3-dimensional വേവ് മോഷൻ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാപ്ലേസിയൻ ഓപ്പറേറ്ററും കൂടെ അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇ മൈനസ് ബി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ. Equation 18 represents the Schrodinger fundamental or time independent wave equation in 3-dimensional. അപ്പോൾ ഇക്വേഷൻ 3-dimensionലുള്ള നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ ഷ്രോഡിഞ്ചർ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 18 ആണ്. For a free particle v is equal to 0, thus time independent Schrodinger wave equation for a free particle in 3-dimensional is given by, അതായത് ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ഒരു 3-dimensional ഇരിക്കുന്ന നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാകും: ഡോ സ്ക്വയർ സൈ പ്ലസ് 2m ഇ ബൈ എച്ച് ബാർ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ബിക്കോസ് അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ഒരു ടേം അവിടെ ഇല്ലാണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും ഫോർ എ ഫ്രീ പാർട്ടിക്കിള്. ബാക്കി അല്ലെന്നുണ്ടെങ്കിൽ 3-dimensional ഇക്വേഷൻ 18 മെയിൻ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻ 1 dimension എന്ന് പറയുന്നത്
ഇക്വേഷൻ 17 ആണ്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് 1 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്തിട്ടാണ്. പിന്നെ ഫൈനലി നമ്മൾ വന്നിട്ട് 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഫൈനൽ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെ നിങ്ങൾ ഡെറിവേഷനകത്ത് എഴുതണം. ഈ ഇക്വേഷൻ ലാസ്റ്റ് ഇക്വേഷൻ വരെ നിങ്ങൾ ഡെറിവേഷനകത്ത് ഡിറൈവ് ചെയ്ത് എഴുതണം. കൃത്യമായിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും വേണം. സ്റ്റെപ്പുകളൊന്നും ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ്. സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത്രയും തന്നെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ഇനി സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കരുത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോവുക. നിങ്ങൾക്ക് ഇതൊക്കെ എസ് ഐക്ക് 15 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ ഈസി ആയിട്ട് 15 മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല സ്റ്റെപ്പുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാർക്ക് വെട്ടി കുറയ്ക്കാനായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, നന്നായിട്ട് ചെയ്ത് നോക്കുക. ഡെറിവേഷനൊന്നും എന്താ പറയുക കാണാതെ വായിച്ച് പഠിക്കാനൊന്നും പറ്റത്തില്ല. എഴുതി തന്നെ പഠിക്കണം. അപ്പം പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഏതാണ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇതിനകത്ത് ടൈം ടിയുടെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഫൈനൽ ഇക്വേഷനിൽ. ഡിറൈവ് ചെയ്യാൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. ബട്ട് ഫൈനൽ ഇക്വേഷനിൽ ടൈമിൻ്റെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ നമുക്കവിടെ വരുന്നില്ല. അപ്പോൾ ഇനി ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ബൈ ഇക്വേഷൻ 12, അതായത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് കൺസിഡർ ചെയ്താണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഓരോരോ നമ്പേഴ്സ് കൊടുക്കാവുന്നതാണ്. ഒമേഗ എക്സ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ 0 എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ആ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി. അതിനകത്ത് നമ്മൾ ഓരോ ഡിഫറൻഷ്യേറ്റ് നമ്മൾ അവിടെ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഡോസ് ഐ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഒമേഗ 0 എക്സ് മൈനസ് ഐ ഒമേഗ ഇ റേസ് ടു മൈനസ് I omega t, that is equal to minus omega psi, that is equal to minus 2 pi I nu psi, that is equal to minus 2 pi I h nu by h by omega. അതായത് നമ്മൾ മുകളിലും താഴെയും h ബ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 pi I e ബൈ എച്ച് നു ഈസ് ഈക്വൽ ടു ഇ ആണല്ലോ ടോട്ടൽ എനർജി, അത് കൊടുത്തു സൈ സിൻസ് ഇ ഈസ് ഈക്വൽ ടു എച്ച് നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 2 പൈ ഇ ബൈ ഐ എച്ച്. മുകളിലുള്ള ഐ താഴെ വന്നുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ അവിടെ നിന്ന് മാറിയത് ഇൻറ്റു സൈ. ഇനി നമ്മൾ ഈനെ എന്ത് ചെയ്തു? ഈ സൈനെ അവിടെ വെച്ചു. ഈ സൈനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എങ്ങനെ വരും? ഈ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബൈ 2 പൈ. കാരണം ഇപ്പുറത്തുണ്ടായിരുന്ന ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് തിരിച്ചാകും. ഡോസ് ഐ ബൈ ഡോ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോസ് ഐ ബൈ ഡോ ടി. എച്ച് ബൈ 2 പൈ എന്ന് പറയുന്ന എച്ച് ബാർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് ഈ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോസ് ഐ ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ 18ാമത്തെ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഷ്രോഡിഞ്ചറിൻ്റെ 1 ഡയമെൻഷണൽ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ബാർ സ്ക്വയർ ഇ മൈനസ് ബി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഈ സൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ എങ്ങനെ വരും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ഇക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ സൈ ഉണ്ട്. കാരണം ഇ മൈനസ് വി ഇൻറ്റു സൈ എന്ന് പറയുന്നത് ഇ സൈ മൈനസ് വി സൈ ആണ്. അതവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ സൈക്ക് പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. മുകളിൽ ഇ മൈനസ് പി ഇൻറ്റു സൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈക്ക് മുകളിൽ കണ്ടെത്തിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ എങ്ങനെ ഒരു മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഈ ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഒരു സൈഡിലേക്കും ആക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻ ദ 3 ഡയമെൻഷണൽ കേസ് ഇക്വേഷൻ 21 ബിക്കംസ് 21 എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ട് മുകളിലാട്ടോ മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m
ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. അതായത് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലേക്ക് ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇൻറ്റു വി പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. അപ്പോൾ 3 ഡയമെൻഷനിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് വൈ ഇസഡ് കൺസിഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമ്മൾ വീണ്ടും നമ്മുടെ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് എച്ച് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. അവിടെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനെ വീണ്ടും സോൾവ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ. ബിക്കോസ് 2 ടേമിൽ നിന്ന് നമ്മൾ സൈനെ കോമൺ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ കടന്നിരുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊടുത്തത് തന്നെ അത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ വന്നിട്ട് ഇക്വേഷൻ 22 ആൻഡ് 23 റെപ്രസെൻറ്റ്സ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. ഇനിയും ഈ ഇക്വേഷൻ 22ഉം 23യുമാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ആ ടേം അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുമല്ലോ, ഐ എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടി. അപ്പോൾ അവിടെ ടൈമിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനാണ് ഇത്. minus h bar square divided by 2m del square plus v is equal to h, where h is called a Hamiltonian operator. ഇനി നമ്മൾ ഈ ഒരു എൻറ്റയർ ഇക്വേഷൻ, അതായത് നമുക്ക് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിന് നമുക്ക് എച്ച് ആയിട്ട് എഴുതാൻ പറ്റും. അവിടെ എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. നമ്മൾ ഓൾറെഡി ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ മൈനസ് എച്ച് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എച്ച് ആയിട്ട് എഴുതുന്നു. കാരണം അതെന്താണ്? അത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഓപ്പറേറ്ററുകളും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്ത് വരികയാണ്. നമ്മുടെ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻറ്റയർ ടേമിനെ ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആക്കി ഒരു ഓപ്പറേറ്ററായിട്ട് നമ്മൾ കൊടുക്കുന്നത്. The Hamiltonian H may be said to be a measure of total energy of the system. അപ്പം നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ നമ്മുടെ എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. Using equation 20 and 24, 23 may be written as h psi is equal to E psi. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന 24, അതായത് ഇത് എച്ച് മൈനസ് എച്ച് ബാർ സ്ക്വയർ എച്ച് എന്നുള്ള ഇക്വേഷനും, പിന്നെ വന്നിട്ട് നമ്മുടെ 23 പിന്നെ 20 ഒക്കെ കൺസിഡർ എഴുതി കഴിയുമ്പോൾ ഫൈനലി നമുക്ക് എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇ സൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മൈനസ് എച്ച് ബാർ ഡോ സൈ ബൈ ഡോ ടീനെ നമ്മൾ ഇ സൈയിൽ നിന്നും ഡെറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ടേമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഇ സൈ എന്ന് എഴുതാം. പക്ഷേ ഡെറിവേഷനിൽ ഫൈനൽ ഉത്തരവായിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓപ്പറേറ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റും പഠിച്ചിട്ടുണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളതൊന്ന് എഴുതി നോക്കണം. ഒന്നല്ല 3 പ്രാവശ്യം ഓരോ ഡെറിവേഷൻസും വെച്ച് എഴുതി നോക്കുക. ഇനിയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡെറിവേഷനാണ്. ഇതും ഡെറിവേഷൻ തന്നെയാണ്, നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. The probability of finding a particle in a volume element d tau is given by psi star d tau. The probability of finding the particle in the entire space is a unity, that is integral v psi star d tau is equal to 1. A wave function satisfies this equation is said to be normalized to unity or simply normalized. അതായത് ഒരു പാർട്ടിക്കിളിനെ നമുക്ക് ഒരു വോളിയം എലമെൻറ്റ്, അതായത് ചെറിയൊരു സ്പേസിൽ ചെറിയൊരു സ്ഥലത്ത് നമുക്കൊരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സൈ സ്റ്റാർ സൈ ഇൻറ്റു ഡി ടോ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി സൈ സ്റ്റാർ ഡി ടോ എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എൻറ്റയർ സ്പേസിൽ
നമുക്ക് ഒരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സൈ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ ഈസ് ഈക്വൽ ടു 1. കാരണം ഒരു എൻറ്റയർ സ്പേസിൽ നമുക്കൊരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പം നോർമലൈസ്ഡ് ആയിരിക്കുന്നതിൻ്റെ കണ്ടീഷനാണ് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെന്ന്. In many cases, the wave function may not be normalized. If psi is a solution of wave function, a psi will also be valid solution where a is a constant. A psi will be a new wave function. അതായത് എല്ലാ കേസിലും ഈ വേവ് ഫങ്ഷൻസ് ഒക്കെ നോർമലൈസ്ഡ് ആവണമെന്നൊന്നുമില്ല. ബട്ട് ഇഫ് സൈ ഈസ് എ സൊല്യൂഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ, നമ്മളൊരു സൈ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സൈ എന്ന് പറയുന്ന ഒരു വാലിഡ് സൊല്യൂഷനാണ്. കാരണം എ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുവാണ്. അപ്പം എ സൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു പുതിയൊരു വേവ് ഫംഗ്ഷനായിട്ട് മാറും. അപ്പം ഒരു പറഞ്ഞാൽ സൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, വേവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക സൈ എന്ന് പറയുന്നത്. പക്ഷേ എ സൈ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. കാരണം എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതൊരു പുതിയൊരു വേവ് ഫംഗ്ഷനായിട്ട് മാറും. എന്ത്? എ സൈ എന്ന് പറയുന്നത്. The value of a may be suitably chosen as the new wave function is normalized one. അപ്പം ആ എയുടെ വാല്യൂ നമ്മൾ സ്യൂട്ടബിളായിട്ട് എയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഇത് എക്ക് ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? ആ പുതിയ വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനായിട്ട് മാറും. For the new function to be normalized, the condition is integral a psi star d tau is equal to 1 or mod of a square integral psi star d tau is equal to 1. A is called the normalizing constant. ഈ ഒരു ഇക്വേഷൻ അതായത് നമ്മൾ എടുക്കുന്ന പുതിയ ഫംഗ്ഷനാണ് എ എസ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനിൽ എ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതായത് ഇക്വേഷൻ നമ്പർ 26 കിട്ടി. എ എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ എ എന്ന് പറയുന്നത് എന്താണ്? നോർമലൈസിങ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എയുടെ വാല്യൂ എടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എക്ക് ചില വാല്യൂസിന് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ കിട്ടാം, ചില വാല്യൂക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലാണ്ടും വരാം. Similarly, any solution psi of a wave function may be normalized by dividing it by a constant. The resultant wave function will also be a solution of giving a Schrodinger equation. അപ്പം അതുപോലെ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ സൈ വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ളത് നമുക്ക് നോർമലൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവ് ഫംഗ്ഷനും എന്താണ്? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കും. For example, if a function psi of x, y, z satisfies Schrodinger equation and the integral of the probability distribution over entire space is equal to n, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എൻറ്റയർ സ്പേസിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്നിനോട് ഈക്വൽ ആണെന്ന് വെക്കും. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞത് യൂണിറ്റി ആയിരിക്കണം, ഇവിടെ അത് എന്നിനോട് ഈക്വൽ ആണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? സൈ സ്റ്റാർ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ ഈസ് ഈക്വൽ ടു എൻ എന്ന് വരും. നമ്മൾ മുമ്പ് യൂണിറ്റി ആണെന്ന് എടുത്തു, ഇവിടെ അതിനൊരു വാല്യൂ കിട്ടി, എൻ എന്ന് പറയുന്നൊരു വാല്യൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എൻ എന്ന് വരും. സോ നമ്മൾ എന്നിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1/n സൈ സ്റ്റാർ സൈ ഇൻ്റഗ്രൽ ഉണ്ട് കേട്ടോ, ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടി. ഇനി ഇൻ്റഗ്രൽ 1/√n സൈ 1/√n സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1. അതായത് ഇൻ്റഗ്രലിനുള്ളിലേക്ക് നമ്മൾ എന്നിനെ കൊണ്ടുപോയപ്പോൾ 1/n കൊണ്ടുപോയപ്പോൾ 1/√n ഇൻറ്റു 1/√n എന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു 1/√n സൈക്കും കൊടുത്തു, ഒരു 1/√n സൈ സ്റ്റാറിനും കൊടുത്തു. ഇൻറ്റു ഡി ടോ ഈസ് ഈക്വൽ ടു 1 എന്നും കിട്ടി. Then 1/√n is normalizing factor and psi by √n is a normalized wave function.
ഇനി നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് 1/√n ഇൻറ്റു സൈ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇതിനകത്ത് അതായത് ഇക്വേഷൻ 27-നകത്ത് ഇൻറ്റഗ്രൽ 1/√n സൈ എന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ സൈ/√n എന്ന് എഴുതാം. അപ്പോൾ സൈ/√n എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനും തൊട്ടടുത്ത് കിടക്കുന്ന 1/√n എന്ന് പറയുന്നത് നോർമലൈസിങ് ഫാക്ടറുമാണ്. ആസ് 1/√n ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ്. 1/√n എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അത് ഒരു കോർഡിനേറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. എക്സ് വൈ ഇസഡ് ആയിക്കോട്ടെ, അതിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് സൈ സാറ്റിസ്ഫൈസ് ദ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ വിച്ച് ഇസ് ലീനിയർ. അപ്പം ഈ സൈ എന്ന് പറയുന്നത് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ സൈ/√n എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വിൽ ബി ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 19. അതായത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഒരു സൊല്യൂഷനായിട്ട് സൈ/√n നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സൈ/√n ഈസ് എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി ടു ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ n എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു 1 പകരം നമ്മൾ n ആയിട്ട് എഴുതി. അപ്പോൾ അതാകുമ്പോൾ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റൻറ്റ് n തന്നെയാകും. ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനും കിട്ടും. പിന്നെ ഇൻ്റഗ്രലിനുള്ളിലേക്ക് പോകുമ്പോൾ അത് റൂട്ട് ആയിട്ട് മാറും, അത് സ്പ്ലിറ്റ് ചെയ്ത് റൂട്ടായിട്ട് മാറും. അതിൽ നിന്ന് നമുക്ക് നോർമലൈസിങ് ഫാക്ടറും നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്നും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അത് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനും കൂടെ ആകും. അതുകൊണ്ടാണ് അത് നോർമലൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആകെ മൊത്തം ഇന്ന് 3 ഡെറിവേഷൻസാണ് പഠിച്ചത്. 3ഉം 3 ടൈംസ് വെച്ച് എഴുതിയിട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നേരത്തെ തന്നെ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൽ നിന്നും ഉണ്ടാകുന്ന ബെനിഫിറ്റ്. ഓക്കെ, ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. സോ ഇന്നത്തെ ഈ ലെക്ചർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.